പത്രം പണം കൊടുത്തു വാങ്ങുന്നവർ മാത്രം വായിക്കുക. i2i ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്, പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. മലയാള മനോരമയിൽ ഇന്നലെ ഒരു ചെറിയ തെറ്റ് ചൂണ്ടിക്കാണിച്ച് എഡിറ്റോറിനൊരു മെയിൽ അയച്ചു. പക്ഷെ അവരതിൽ തെറ്റ് കണ്ടുപിടിച്ചില്ല. അതാ രസം. അതായത് വനിതാ മുഖ്യമന്ത്രിമാർ എന്നുള്ളതില് ഭട്ടലുണ്ടല്ലോ പഞ്ചാബിലെ, പുള്ളിക്കാരിയുടെ ബ്രാക്കറ്റിൽ അസം എന്ന് എഴുതി. അപ്പൊ ഞാൻ ഈ അസം ക്വസ്റ്റ്യൻ ഇട്ട് പുള്ളിക്ക് അയച്ചു. അപ്പോ എഡിറ്റോറിയൽ ഇരുന്ന ഒരു പുങ്കവൻ പറഞ്ഞു അത് അസം എന്നാണ് ഇപ്പൊ പറയുന്നത്, ആസാം എന്നല്ല. ഞാൻ പറഞ്ഞു അവർ അസാമിലല്ലായിരുന്നു മുഖ്യമന്ത്രി, അതാ ഞാൻ ക്വസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചത് അല്ലേ. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ അടിക്കുന്ന പേപ്പറാ. എന്റെ വല്യമ്മച്ചി വായിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മനോരമ ഇപ്പോഴും വരുത്തുന്നതും വായിക്കുന്നതും. സാറെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ പേപ്പർ തുറക്കുന്ന രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ മക്കളൊന്നും തുറക്കാറില്ല. അപ്പോ ഈ നിങ്ങളടിച്ച വാർത്തയില് അസമിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല ഞാൻ കാണിച്ചു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പ്രാദേശിക പേജ് നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്കും ലാംഗ്വേജ് മിസ്റ്റേക്സും ഗ്രാമറ്റിക്കൽ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഭട്ടൽ അസംകാരി അല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അസം ഇതിട്ടത്. എന്നാ പിന്നെ നിങ്ങൾ അതുകൂടെ റൗണ്ട് ചെയ്യണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേറെ ഞാൻ പേപ്പർ അടിക്കാൻ പോരെ. അതായത് എന്താ തെറ്റെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതാണ് എഡിറ്റോറിയൽ ഇരിക്കുന്നത്. എന്നിട്ട് ആ പുള്ളി എന്നെ പ്രോംപ്റ്റായിട്ട് വിളിക്കുകയും ചെയ്തു. അതാ രസം. ഇത് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ. ഞാൻ ഡെയിലി മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഒരു ചായക്കട കയറി 3 പേപ്പർ വായിക്കും. വീട്ടിൽ 2 വരുത്തുന്നുള്ളൂ, ബാക്കി 3 അവിടുന്ന് വായിക്കും. ആ തമാശകളും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എനിക്കൊരു വലിയൊരു തമാശ കഥ കാണാമല്ലോ. 12 പത്രം എടുത്ത 12 കഥകളാണ് നമുക്കൊരു പെർസെപ്ഷൻ കിട്ടുന്നത്. ഈ 12 കോണ്ടെക്സ്റ്റ് ഇങ്ങനെ മാറ്റാൻ മനോരമ വായിച്ചിട്ട് നേരെ ദേശാഭിമാനി വായിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. മാതൃഭൂമി വായിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു വേർഷന്, മാധ്യമത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് വേറൊരു വേർഷന്. ഞാൻ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ് എങ്ങനെ മാറ്റാമെന്നാണ് ഇവർ റിസർച്ച് ചെയ്യുന്നത്, അല്ലാതെ വാർത്ത എങ്ങനെ കൊടുക്കാമെന്നല്ല. ക്രിയേറ്റിംഗ് സ്റ്റോറീസ് വിത്ത് എ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. സാറിപ്പോ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ ചുക്കാൻ പിടിക്കുകയാണ് അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയാണെന്നുള്ള എല്ലാ അഭിമാനവും സാറിന് വേണം കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ വാർത്തകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുക, ബാക്കിയെല്ലാം കഥ കാണുകയാണ്. കഥയും ഈ പറഞ്ഞ പോലെ നോവലുകൾ. ഇപ്പം വാളയാർ ചെക്ക് പോസ്റ്റിനെ പറ്റി ഇഷ്ടംപോലെ കഥകൾ ഇങ്ങനെ വരും, പരമ്പരകൾ വരും. മുമ്പ് നടന്നിരുന്ന എല്ലാ കൊലകാരികളും നമുക്കും അറിയാം. പക്ഷെ അന്നേരം ഒന്നും എഴുതുകയല്ല. എന്തെങ്കിലും ഒരു കാര്യം പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒതുക്കി വെച്ചിട്ട് അന്നേരം കഥ എഴുതും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അറിയേണ്ടവരറിയും. എല്ലാം അത്ര വരസംഖ്യയെ പറ്റി അങ്ങോട്ട് വീഡിയോയെ പറ്റി പറയുമ്പോൾ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. പത്രത്തിന് 4 രൂപ വിലയുള്ളപ്പോൾ, അതായത് വരിസംഖ്യ 121 രൂപ ചില്ലറ പൈസ ഉള്ള സമയത്ത്, അതുകൊണ്ട് ഒരു 3 വർഷക്കാലം 2009 തൊട്ടാണെന്ന് തോന്നുന്നു, 3 വർഷക്കാലം പത്രത്തിൻ്റെ വരിസംഖ്യ കൂട്ടാതിരുന്നു. എന്നാൽ നാട്ടിൽ തൊഴിലാളികളുടെ കൂലിയും മറ്റ് വളരെയധികം വർധനവുണ്ടായ സമയത്ത്, അതായത് സൈക്കിളിൻ്റെ പഞ്ചറൊട്ടിക്കാൻ 5 രൂപ ഉണ്ടായിരുന്നത് 3 വർഷം കൊണ്ട് അത് 15 രൂപയിലൊക്കെ എത്തുകയും പത്ര പത്രവിതരണത്തിന് കുട്ടികളെ കിട്ടാതിരുന്ന സമയത്ത് പത്ര ഏജന്റുമാർ സംഘടിച്ച് പത്രത്തിൻ്റെ കമ്മീഷൻ 25% എന്നുള്ളത് 50% വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുകയുണ്ടായി. ആ സമയത്ത് പത്രത്തിൻ്റെ വില കൂട്ടാതെ അവരുടെ പരസ്യ വരുമാനത്തിൽ നിന്നും പത്ര ഏജന്റുമാർക്ക് കമ്മീഷൻ കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. അതേപോലെ തന്നെ ഒരു വർഷം പത്രം വാങ്ങുന്ന വരിക്കാർക്ക് ഒരു കലണ്ടർ ഫ്രീ ആയി കൊടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് ഈ വരിക്കാർ പത്ര ഏജന്റുമാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടുത്തെ മാമാപത്രത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവരാ സമരം പൊളിച്ചു, പത്രത്തിൻ്റെ വില കൂട്ടി. വരിക്കാർക്ക് ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അന്ന് ഈ മാമാപത്രം ഇറങ്ങിക്കൊണ്ടിരുന്നത് ചില പ്രധാന ദിവസങ്ങളിൽ 4 സപ്ലിമെൻറ്റുമായിട്ടാണ്. ഇത് എവിടെങ്കിലും റോഡ് സൈഡിൽ ഇറക്കിയിടും, എവിടെങ്കിലും കടത്തിണ്ണയുടെ ഷെയ്ഡിൻ്റെ അടിയിലിരുന്ന് റോഡിലെ വെട്ടത്ത് ആയിരുന്ന ഏജന്റുമാർ ഇത് ഇൻസൾട്ട് ചെയ്ത് വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു പത്ര ഏജൻസി എടുക്കുമ്പോൾ 2 മാസത്തെ വരിസംഖ്യ മുൻകൂറായി പത്ര ഓഫീസിൽ അടച്ചതിന് ശേഷമാണ് ഏജൻസി നൽകുന്നത്. അതേസമയം ഒരു വരിക്കാരുടെ കയ്യിൽ നിന്നും ഒരു ഏജന്റിന് മുൻകൂറായ തുക വാങ്ങുവാനുള്ള ഒരു അനുവാദമോ അവകാശമോ പത്രസ്ഥാപനങ്ങൾ ഏജന്റുമാർക്ക് നൽകിയിരുന്നില്ല. ഈ പത്രസ്ഥാപനങ്ങൾ നടത്തിപ്പിന് കോടിക്കണക്കിന് രൂപ ഈ പത്ര ഏജന്റുമാരുടെ ഡെപ്പോസിറ്റിൽ നിന്നും സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട്.
അതേസമയം ഈ പത്രവരിസംഖ്യ കിട്ടാതെ കോടിക്കണക്കിന് രൂപ പത്ര ഏജന്റുമാർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുത്താൽ ഇന്ന് തലമുറകളായ ഏജൻസി കൈമാറി വന്ന ഒരു ഏജന്റിന് ലക്ഷക്കണക്കിന് രൂപ ഈ വരിക്കാരിൽ നിന്നും കിട്ടാനുണ്ട്. ഈ അടുത്ത ദിവസം മുതൽ തന്നെ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളെല്ലാം വില വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വില വർധനവിൻ്റെ ഒരാവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഓണ സമയങ്ങളിലൊക്കെ നമുക്കറിയാം മനോരമയും മാതൃഭൂമിയൊക്കെ 2ഉം 3ഉം ഫ്രണ്ട് പേജുകളടക്കം 3 പത്രങ്ങൾ വരെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനെല്ലാം പരസ്യം അഡീഷണൽ കിട്ടുന്നതാണ്. അതായത് ഫ്രണ്ട് പേജിന് നോർമൽ റേറ്റിനേക്കാളും കൂടിയ റേറ്റാണ് മേടിക്കുന്നത്. അപ്പം 3 ഫ്രണ്ട് പേജ് ഉണ്ടെങ്കിൽ 3 ഫ്രണ്ട് പേജിൻ്റെ ചാർജ് പത്രങ്ങൾക്ക് മേടിക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് പേജിന് ചാർജ് കൂടുതലാണ്, തേർഡ് പേജിന് ചാർജ് കൂടുതലുണ്ട്, ലാസ്റ്റ് പേജിന് ചാർജ് കൂടുതലുണ്ട്. 3 പത്രം എടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഫ്രണ്ട് പേജ് വരും, 3 ഫ്രണ്ട് പേജ് വരും, 3 സെക്കൻഡ് പേജ് വരും, 3 തേർഡ് പേജ് വരും, അതുകൂടാതെ 3 ലാസ്റ്റ് പേജും വരും. അപ്പോൾ ഇതിനെല്ലാം അഡീഷണൽ ചാർജ് വെച്ച് പരസ്യം മേടിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പല പ്രമുഖരും പറയുന്നത് ഇപ്പോൾ നിലവിൽ മനോരമയ്ക്കും മാതൃഭൂമിക്കുമൊക്കെ പത്രത്തിന് കിട്ടുന്ന പരസ്യം കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് പത്രം നമുക്ക് തരാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് വില വർധനവ് പറയുന്നത്. ഈ വില വർധനവിൻ്റെ പരസ്യം ശ്രദ്ധിച്ചറിയാം, എല്ലാ പ്രാവശ്യവും ഇവർ പറയുന്ന പരസ്യത്തിലെ വാചകങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്രങ്ങളുടെ ആവശ്യമില്ല. കാരണം പിറ്റേ ദിവസം വരുന്ന തലേദിവസം ന്യൂസ് പിറ്റേ ദിവസം ചീഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളത് പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഓൺലൈൻ യുഗത്തിൽ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ പത്രങ്ങളുടെയൊക്കെ വെബ്സൈറ്റുകളുണ്ട്, ചാനലുകൾ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് സംഭവം ഉണ്ടായാലും നമ്മൾ അപ്പം വാട്സപ്പ് വഴി, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി, ഈ പത്രങ്ങളുടെ തന്നെ വെബ്സൈറ്റുണ്ട്, അതുകൂടാതെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇതുവഴിയെല്ലാം നമ്മൾ ന്യൂസുകൾ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ സാഹചര്യത്തിൽ ഈ ഓൺലൈൻ യുഗത്തിൽ നമുക്ക് പത്രം ശരിക്കും ആവശ്യമില്ല. ഇത് പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടാണ് പത്രം വരുത്തുന്നത്, പത്രം വായിക്കുകയും ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ പത്രത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ ഈ പത്രത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകൾ വഴിയെല്ലാം പത്രം സ്പോൺസർ ചെയ്ത് ഫ്രീ ആയിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് പത്രം കൊടുക്കുന്നത്. അവർക്കൊരു വായനാ ഹാബിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നെങ്കിലേ അവർ തുടർന്ന് അവർക്ക് മുന്നോട്ടും അവർ പത്രം വായിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പത്രത്തിൻ്റെയൊക്കെ പ്രചാരം നിന്നു പോകും. നമുക്ക് തന്നെ അറിയാം, പല മാസികകൾ, ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന പല വാരികകൾ വരെ ഈ അടുത്ത കാലത്ത് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി. ഇപ്പം വായനക്കാരില്ലാത്തതുകൊണ്ടാണ്. സാധാരണ വ്യക്തികളെ സംബന്ധിച്ച് ഇരുന്ന് വായിക്കാനായിട്ട് പ്രയാസമാണ്. ഇപ്പം മൊബൈലിലാണെങ്കിൽ പോലും ഒരു നീണ്ട ലേഖനവും വരുന്നു, അതോടൊപ്പം തന്നെ ഒരു വീഡിയോയും വരുന്നെങ്കിൽ ആളുകൾക്ക് വീഡിയോ കാണാനും കേൾക്കാനുമായിട്ടായിരിക്കും താല്പര്യം. ആളുകൾക്ക് നോക്കി വായിക്കേണ്ട കാര്യമില്ല, അത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബൊക്കെ വളരെ പ്രചാരത്തിലായത്. യൂട്യൂബ് ചാനലുകളും ഇതെല്ലാം നമുക്ക് വിഷ്വലായിട്ട് കാണാനും സൗകര്യമുണ്ട്, മറ്റൊരാൾ പറയുന്നത് കേട്ടാൽ മതി. നമ്മൾ സ്ട്രെയിൻ എടുത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമില്ല. മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒന്നും വായിക്കേണ്ട സാഹചര്യമില്ല. പത്രത്തിലും ആ ഒരു സ്ട്രെയിനുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ ഈ വിലവർധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനാവശ്യത്തിലുള്ള ഒരു വിലവർധനമാണ്. ഇതുകൂടാതെ പത്രത്തിൻ്റെ വരിസംഖ്യ കൂടാതെ തന്നെ നമ്മൾ പത്ര ഏജൻറ്റിന് നമ്മൾ സർവീസ് ചാർജായിട്ട് അവർ കൊണ്ടുത്തരുന്നതിന് പ്രത്യേകം പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പത്ര ഓഫീസിൽ നിന്ന് ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. ഓരോ പത്രത്തിനും ഇത്ര % കമ്മീഷൻ ഉള്ളതാണ്. ഈ കമ്മീഷന് പുറമെയാണ് ഇവർ വരിക്കാരിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുന്നത്. ശരിക്കും അതൊരു അഡീഷണൽ വരുമാനമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൂടാതെ പത്രങ്ങൾ ചെയ്യുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത്, ഈ അവധി ദിവസങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പത്രത്തിൻ്റെ പൈസ വാങ്ങുന്നുണ്ട്.
ഇപ്പോൾ ഓണത്തിന്, ക്രിസ്മസ്, പൂജ, ദുഃഖവെള്ളിയാഴ്ച, വിഷു തുടങ്ങിയ അടക്കം പല അവധി ദിവസങ്ങളുണ്ട്. ഈ അവധി ദിവസങ്ങളിൽ പത്രം ഇറങ്ങുന്നില്ല. പക്ഷേ ആ ഇറങ്ങാത്ത ദിവസത്തെയും കൂടെ പത്രത്തിൻ്റെ വരിസംഖ്യ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് 30 ദിവസത്തെ വരിസംഖ്യയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. 31 ദിവസം പത്രം ഉള്ളപ്പോഴും 30 ദിവസത്തെ ചാർജ് മേടിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ 28 ദിവസവും 29 ദിവസവും വരുമ്പോഴും 30 ദിവസത്തെ പൈസ നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് ഇത്രയും റേറ്റ് ഇല്ല. ഇതിനേക്കാളും വില കുറവാണ് ഇംഗ്ലീഷ് പത്രങ്ങൾക്ക്. മലയാളത്തിൽ മാത്രമാണ് ഇത്രയും റേറ്റ് കൂടുതലുള്ളത്. അതിന് പുറമെയാണ് ഇപ്പം വീണ്ടും വില വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പത്രങ്ങൾ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് നമുക്ക് അഭിലഷണീയം. ഞാൻ എന്തായാലും ഈ 1-ാം തീയതി മുതൽ പത്രം വരുത്തുന്നത് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.